ഡീ അവിടെ നിന്ന് എന്ത് ഇട്ടേക്കുന്നേ? ഇറക്കമുള്ള ഒരു പാൻറ് ഇടാനില്ലേ? നിക്കറ് മാത്രമേ ഉള്ളൂ. ഇറക്കമില്ലാത്തൊരു നിക്കറും കൈയില്ലാത്തൊരു ബനിയനും. ദേ ഒരു വീടാ. പോയി മാറിയിട്ട് വാ. എൻ്റെ ഇഷ്ടമാണെന്നോ? എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോ, പക്ഷേ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നിൽക്കാനായിട്ട്. പല പ്രാവശ്യം ഞാനത് വാൺ ചെയ്തു, പക്ഷേ ഇനി ഇത് ആവർത്തിച്ചേക്കരുത്. ഒരു മാറ്. ഇറക്കമുള്ള ഒരു പാൻറ്റും കൈ ഇറക്കമുള്ളൊരു ബനിയനും അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വാ. ഇവിടെ അച്ഛനുണ്ട്, ആങ്ങളയുണ്ട്, ആങ്ങളയുടെ കൂട്ടുകാർ കയറി വരും, പലരും ഈ വീട്ടിൽ കയറി വരും. അപ്പോഴേ നമ്മുടെ മക്കൾ ഈ കൊച്ചു നിക്കറും ഇട്ട് കയ്യില്ലാത്ത ബനിയനും ഇട്ട് അങ്ങനെ ഇറുകി പിടിച്ചിരിക്കുന്ന ഓരോ വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴേ അത് മോശമോ മക്കളെ? നിങ്ങൾക്ക് അത് അറിയാൻ വയ്യായിട്ടാണ്. നമുക്ക് കംഫർട്ടബിളോ ആയിക്കോട്ടെ, ഇച്ചിരി ഇറക്കമുള്ള വസ്ത്രം ധരിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ? ഒന്നും സംഭവിക്കത്തില്ല. എല്ലാ വീട്ടിലെ പിള്ളേരും അതുപോലാണെന്നോ? എനിക്കറിയണ്ട. മറ്റുള്ള വീട്ടിലെ പിള്ളേർ എങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ എങ്ങനെ നടക്കുന്നതെന്ന് മാത്രം ഞാൻ നോക്കിയാൽ മതി. അവർ നടക്കുന്നത് അവരുടെ മാതാപിതാക്കൾ പറയുന്നത് അവരനുസരിക്കാത്തതുകൊണ്ടായിരിക്കാം. വകുപ്പില്ലാത്ത മക്കളില്ലേ? അച്ഛനും അമ്മയും പറഞ്ഞാൽ അതനുസരിക്കാത്ത മക്കളില്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എൻ്റെ മക്കൾ അങ്ങനെ നിൽക്കുന്നത്. പോയി ഇച്ചിരി മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് നിന്നാൽ മതി. നമുക്ക് സമൂഹത്തിനെ പേടിക്കണം. നമുക്ക് പല കാര്യം സമൂഹം പറയുന്നത് കേട്ട് തന്നെ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. എങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമുണ്ട് ഇല്ലേ? അതിനനുസരിച്ചുള്ള മാന്യമായ ഒരു ഡ്രസ്സ് അതൊക്കെ ഇട്ട് ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം. അല്ലാതെ ഈ ഇറക്കമില്ലാത്ത നിക്കറും ഈ കൈയില്ലാത്ത ഉടുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് കസേര കാലും കയറ്റി വെച്ച് പ്രായമായവർ വന്നാൽ അങ്ങ് എഴുന്നേക്കണമെന്ന് പോലുമുള്ള ഒരു ബോധമില്ലാത്ത, ബസ്സിലാണെങ്കിലോ ബസ്സിൽ കയറിയ ഒരു പ്രായമുള്ള ഒരാൾ വന്നാൽ അല്ലെങ്കിൽ ഒരു അമ്മച്ചി കയറി വന്നാൽ എഴുന്നേക്കുമോ? എഴുന്നേക്കത്തില്ല. എന്താ വീട്ടിൽ പഠിപ്പിക്കുന്നത് ആ നാട്ടിൽ കാണിക്കുന്നത്? അതിനൊക്കെ ഒരു മൂള വേണം, സ്വന്തമായിട്ടൊരു മൂള. അതില്ലെങ്കിലാണ് ഇങ്ങനെ പറയിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. കണ്ടിട്ടില്ലേ ഓരോ പെൺപിള്ളേർ നടന്നു പോകുമ്പോഴത്തേക്കും ഓരോ അമ്മച്ചിമാർ നോക്കിയിട്ട് അവളുടെ പോക്ക്. അവളുടെ വീട്ടിൽ ആരും ഇല്ലേ? അമ്മയും അച്ഛനും ഒന്നും ഇല്ലേ? എന്തൊരു കാലമാണോ എന്ന് പറയുന്നത് എത്രയോ പ്രാവശ്യം നമ്മൾ ഓരോരുത്തരും കേട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള വഴി നമ്മൾ ഒരുക്കരുത്. മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് സമയാസമയം ഭക്ഷണം കഴിച്ച് നല്ല നീറ്റോടുകൂടി വേണം നടക്കാൻ. അല്ലാതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടേ മക്കളെ. അമ്മയൊന്നും മിണ്ടായിരിക്കമ്മേ. ഞാനിവിടെ വഴക്കൊന്നും ഉണ്ടാക്കുമല്ലോ, ഇവരോട് കാര്യം പറഞ്ഞു കൊടുക്കുകയല്ലേ. എന്നെയൊക്കെ അങ്ങനെയാണോ വളർത്തിയത്? അല്ലല്ലോ. ഞങ്ങളൊന്നും അമ്മമാരോടൊന്നും മറുത്തു ഒരു വാക്കുപോലും പറയത്തില്ല. ഇവരൊക്കെ അങ്ങനെയാണോ? ഒന്ന് പറഞ്ഞാൽ 2ന് 4 പറയും. അതവിടെ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സമാധാനം വരത്തില്ല. അതേസമയം ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് കൊണ്ടുവരുന്നു. ഞങ്ങളെ എന്തെല്ലാം പറഞ്ഞാലും അത് അച്ഛനാണ്, അമ്മയാണ്, സഹോദരങ്ങളാണ് എന്നുള്ളൊരു എന്തോ ഒരു ഇത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ ഒരു വാക്ക് പോലും ഞങ്ങൾ പറയത്തില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെയാണോ? അവരപ്പം തന്നെ അതിനെ പ്രതികരിച്ചിരിക്കും. അച്ഛനാണെന്നില്ല, അമ്മയാണെന്നില്ല. അമ്മയോടൊക്കെ എന്താ പറയേണ്ടത്? അതനുസരിച്ച് വേണം മക്കളെ നമ്മൾ ജീവിക്കാൻ. അല്ലാതെ നമുക്ക് എന്തും പറയാം, എവിടെയും പറയാം എന്നുള്ളൊരു രീതി എടുത്താൽ നമ്മൾ ജീവിക്കുന്നതിന് ഒരർത്ഥമില്ല. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം, നമ്മുടെ അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കണം. പ്രായമായവരെ അവരെ ഒരു ബഹുമാനത്തോടു കൂടി വേണം നമ്മൾ കാണാൻ.
ഇങ്ങനെയൊക്കെ പല പല ചിട്ടകളുണ്ട് ഒരു ജീവിതത്തിൽ. അല്ലാതെ ഇതൊക്കെ പറഞ്ഞു തരുന്നതേ അമ്മയ്ക്ക് എന്ത് നേടാനാ? ഒന്നും നേടാനില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കണമെന്ന് ഓരോ അമ്മമാരും ആഗ്രഹിക്കും. അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. ആ മക്കളാണെങ്കിലും അമ്മേനെയും അച്ഛനെയും ബഹുമാനിച്ച്, അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്തിക്കൊല്ലുകയും ചവിട്ടിയിടുകയൊക്കെ ചെയ്യുന്ന അതല്ല മക്കളെ ഓരോ അമ്മമാരും ഓരോ കുടുംബത്തിൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുഞ്ഞ് ഇതാണായാലും പെണ്ണായാലും നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ നോക്കും. അല്ലാതെ പ്രായമായി കഴിയുമ്പോൾ വൃദ്ധസാധനത്തിലൊക്കെ കൊണ്ടുപോയാക്കുകയല്ലേ ഓരോരുത്തരെ. അത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോ മക്കളെ. ഓരോ കുഞ്ഞുങ്ങളോട് ഞാൻ കേടപേക്ഷിക്കുക, മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്. നിങ്ങളെ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് നിങ്ങളെയൊക്കെ ഇത്രയും വരെ ഓരോ അമ്മമാരും അച്ഛന്മാരും ആക്കി വളർത്തി വലുതാക്കി വിട്ടതെന്നറിയാവോ? അതുകൊണ്ട് അവരോട് നിങ്ങൾ സ്നേഹവും കരുതലും എന്നും ഉണ്ടായിരിക്കണം. മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് പറയാൻ. ഒരച്ഛനും അമ്മയും ഭാവിയിൽ അവരുടെ വയസ്സാകുമ്പോൾ വേദനിക്കാനുള്ള ഇടം ഒരു മക്കളും അവർക്ക് കൊടുക്കരുത്. കൊടുത്താൽ നാളെ അതിലും വലിയ ആകാശകോടാലിയായിരിക്കും നിങ്ങൾക്കിരിക്കുന്നത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.